ഹായ് ഇറ്റ്സ് ക്രിപ്റ്റോ മച്ചാൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബിറ്റ് കോയിൻ അതിൻ്റെ മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഏകദേശം ഒരു 60-500 നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത്. സോ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടുന്ന് ബിറ്റ് കോയിൻ ഒരിക്കലും ഈ ഒരു ഷേക്ക് ഔട്ട് കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടരുത്, ഇവിടുന്ന് മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞായിരുന്നു. സോ അവിടുന്ന് ഏകദേശം 5% സ്പൈക്കായിട്ട് ഏകദേശം ഒരു 63-400 പോയി ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ 62-800 ട്രേഡ് ചെയ്യുന്നത്. സോ ഈ ഒരു മൂവ്മെൻറ്റോട് കൂടി നമുക്കിവിടെ ഒരു ലോവർ ലോ, ഇതിനു മുമ്പ് ബിറ്റ് കോയിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ലോവർ ലോ ആ ഒരു സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇനിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് കുറവാണ്. നമുക്ക് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനാണ് സാധ്യത. അല്ലെങ്കിൽ ഈ ഒരു വരും ദിവസങ്ങളിൽ നമുക്ക് നല്ലൊരു ഹൈ തന്നിട്ട് അത് ഏതൊക്കെ റേഞ്ചിലോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം അവിടെ ഒരു സൈഡ് വേ തരാനാണ് സാധ്യത. ഓക്കെ, ഇത് ഷോർട്ട് ടൈം അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്, ലോങ് ടൈം അപ്ഡേറ്റ് അല്ല. ഓക്കെ, അപ്പോൾ സൈഡ് വേ തരുന്നതെന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ മുകളിലോട്ട് എന്ത് ചെയ്യും, ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തരും. സോ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പോയിൻറ്റ്സുകൾ ഞാൻ പറഞ്ഞുതരാം, ഏതൊക്കെ സോണിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടുന്ന് ബൗൺസായി ഏകദേശം ഒരു 64-500 വരെ വരും. സോ ഈ ഒരു 64-500 ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു 66-800, 68-500 ആ ഒരു റേഞ്ചിലോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം ഇവിടുത്തെ റിയാക്ഷൻ അനുസരിച്ചായിരിക്കും നെക്സ്റ്റ് മൂവ്. ആ ഒരു സമയത്ത് നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്, ഇനിയും ഈ ഒരു അപ്സൈഡ് കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് 4 ഹവറിലെ ഷോർട്ട് ടൈം അപ്ഡേറ്റ് ആണ്. ഇനി നമുക്ക് 1 ഡേ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ മൂവ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കത് പറയാറായിട്ടില്ല. വലിയ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് പറയാറായിട്ടില്ല. അങ്ങനെ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സൈഡ് വേയിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടണം. ഇപ്പോഴും നമ്മൾ ഈ ഒരു സൈഡ് വേ നോക്കുമ്പം വീക്ക്നെസ് കാണുന്നത് നമ്മളുടെ സെൽ സൈഡ്, ബൈ സൈഡിലാണ് വീക്ക്നെസ് ഉള്ളത്. അതായത് ബിയറിഷ് ആണ് ഈ ഒരു സൈഡ് വേയിൽ വിജയിച്ച് നിൽക്കുന്നത്. സോ നമുക്ക് അത്യാവശ്യമായിട്ട് ഈ ഒരു സെൻട്രൽ പോർഷൻ, ഈ ഒരു ഏരിയ, ഈ ഒരു 65-500 മുകളിൽ കൂടുതൽ ടൈം ട്രേഡ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ബയേഴ്സ് ഇതിൽ ഈ ഒരു സൈഡ് വേ മൂവിൽ ഏറ്റവും സ്ട്രോങ് ആവുകയും നമ്മൾ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയും ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ഒരു സൈഡ് വേയിൽ ഏറ്റവും ടോപ്പിൽ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്. സോ നമുക്ക് നോക്കാം അങ്ങനെ സംഭവിക്കും എന്നുള്ളത്. അപ്പം എന്തായാലും ഷോർട്ട് ടൈം അപ്ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെയാണ്, സൈഡ് വേ നമുക്കൊരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ ആ ഒരു സൈഡിലോട്ട് നമുക്ക് പോകാം. ഇപ്പം ഷോർട്ട് ടൈം അപ്ഡേറ്റ് ആണ്. സോ ഷോർട്ട് ടൈം അപ്ഡേറ്റ് നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സോണുകളിൽ, ഈ പറഞ്ഞ സോണുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കീപ് ഐ ഓൺ ഇറ്റ്. ഇതാണ് ആദ്യത്തെ സോൺ, സെക്കൻഡ് സോൺ ആൻഡ് തേർഡ് സോൺ. ഓക്കെ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഗെയിം സ്റ്റോപ്പ് എന്ന് പറയുന്ന USA ഒരു സ്റ്റോക്ക് ഏകദേശം 100% ഇന്ന് സ്പൈക്ക് ആയിട്ടുണ്ട്. ഇത് സ്പൈക്ക് ആവാൻ നമ്മുടെ ക്രിപ്റ്റോ ആയിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ, 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗെയിം സ്റ്റോക്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് ഏകദേശം ഒരു $1 ഉള്ളപ്പം അവിടുത്തെ ഏകദേശം അവിടുത്തെ വലിയ വലിയ പ്ലേയേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സ് ഇത് നല്ല രീതിയിൽ ഷോർട്ട് ചെയ്തായിരുന്നു. സോ ആ ഒരു ടൈമിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഇത് കൂടുതൽ വാങ്ങിക്കുകയും സെല് ചെയ്യാതിരുന്ന അവിടെ ഒരു ഷോർട്ട് സ്ക്യൂസിങ് നടന്നിട്ട് പ്രൈസ് നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു $450 പോയിട്ടുണ്ടായിരുന്നു. സോ അന്ന് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റിൽ ആ ഒരു ടൈമിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ ഒരു പ്രൈസ്, നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടാവുകയും നമ്മൾ അൾട്ട് മാർക്കറ്റിൽ നല്ല രീതിയിൽ കൂടുതൽ വോളിയം നമുക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് 3 വർഷങ്ങൾക്ക് ഇപ്പുറം അതേ സിറ്റുവേഷൻ ഒരു കിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് ഇപ്പോൾ തുടക്കം ഇട്ടിരിക്കുന്നത്. വീണ്ടും ആ 3 വർഷം മുമ്പുള്ള സെയിം അവസ്ഥ ഇപ്പോഴും ഗെയിം സ്റ്റോപ്പിലും USA ചില സ്റ്റോക്കുകളിലും ഇപ്പം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. സോ നമ്മുടെ ക്രിപ്റ്റോയെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. കാര്യം മാർക്കറ്റിലോട്ട് പുതിയ വോളിയം, നല്ല ഫ്രഷ്, നല്ല ക്വാണ്ടിറ്റിയിലെ വോളിയം കയറി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം വേറെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഞാനത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലുള്ള ക്വിക്കായിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റും പിന്നെ സിഗ്നൽസും ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാവുന്നതാണ്. സോ അതുപോലെ ഇങ്ങനെയുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ആദ്യം കിട്ടാനായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. ഈ ഒരു വീഡിയോയ്ക്ക് നമുക്കൊരു 400 ലൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ഒരു 3 ആഴ്ചക്കുള്ളിൽ നല്ല രീതിയിൽ ഏകദേശം ഒരു 2x റിട്ടേൺ കിട്ടുന്ന ഒരു ജെമ്മുണ്ട്, ഒരു അൾട്ട് കോയിൻ ജെമ്മുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. സോ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. താങ്ക് യു.